പെരുന്നാളിന് അതേപോലെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ താത്ത ഇവിടുന്ന് വാടകയ്ക്കായിരുന്നു അടുത്ത്. ഇപ്പോൾ സ്വന്തം വീട് കയറ്റി ഇനി അവരങ്ങോട്ട് മാറാൻ പോകണം. ഇനി അടുത്ത കൊല്ലം പെരുന്നാൾ നമ്മൾ അങ്ങോട്ട് പോകണം ബിരിയാണി കഴിക്കാൻ. അപ്പോൾ നമ്മളിന്ന് അവരുടെ വീട് ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന, ആ കുടുംബത്തിൽ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ കൂടി നമ്മൾ ട്രൈ ചെയ്യുക. അവരെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുക. അവരെ ഒരു നേരത്തെ ഭക്ഷണം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് തരിക. തരുന്നുള്ള പ്രതീക്ഷയല്ലോ. ബാവുട്ടിയെ അതിനൊരു പ്രത്യേകം ഉണ്ട്. ഇന്ന് ശിവരാത്രി അല്ലേ, എനിക്ക് ഒരിക്കലല്ലേ അവിടെ എന്തായാലും മറ്റേ ബിരിയാണി അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അടുത്ത കൊല്ലം എടുക്കാം അല്ലേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു അടുത്ത കൊല്ലം നോമ്പ് എടുത്താൽ മതി, ഈ വർഷം അങ്ങനെ പോട്ടെ. അപ്പൊ നമ്മള് നമ്മുടെ ഹൃദയം ചെറിയൊരു ഗിഫ്റ്റ് സ്പ്രേ കൊടുന്നു. അത് തേച്ചിട്ട് മനുഷ്യനെ ചൊറിഞ്ഞിട്ടും വയ്യ, വേദന എടുത്തിട്ടും വയ്യ. എന്ത് നരകാന്നും കൊടുന്നത്? ഡേറ്റ് ഒന്നുമില്ലേ? ഇത് കൊതുകിനെ കൊല്ലണ പറ്റേനെ കൊല്ലണ സാധനമാണോ? ഇപ്പൊ ഗൾഫ് ഫ്രൈ ഒക്കെ തീർന്നു. ഗൾഫിൽ നിന്ന് ആരും വിളിയൊന്നും ഇല്ല. അപ്പൊ പക്ഷെ ഈ വാങ്ങിച്ചിട്ട് വന്ന സാധനം ഭയങ്കര ഡേഞ്ചർ ആട്ടോ. നന്നായി നീറിയിട്ട് നീറും 40 ഉറുപ്പിയുടെ സാധനമൊക്കെ നീറും. ഗൾഫ് അടിക്കുമ്പോൾ നല്ല സുഖമായിരുന്നില്ലേ? അതിനാണ് എന്ത് ചെയ്യണം, ഈ ബോഡി ടച്ച് ചെയ്യാതെ എവിടെ പോയത്? മതി എന്താ ബിസ്കിറ്റ് വേണം. ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കിണ്ടല്ലോ. പിന്നെ അത് ഞെട്ടണം. ഞെട്ടിക്കൽ ബിരിയാണി കഴിക്കാനേ പോണ്. നീ ഒന്നും കഴിച്ചില്ലല്ലോ രാവിലെ മുതല്? പച്ചവെള്ളം പോലും കഴിച്ചില്ലല്ലോ. ചായ ഇനി സ്പേസ് ഇല്ലല്ലോ. സ്വത്തുപെണ്ണ് എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ലല്ലോ. മിണ്ടരുതെന്നാ പറയണേ. നീ എന്തെങ്കിലും കഴിച്ചോ? നീ കഴിച്ചോ? അപ്പൊ കൂട്ടുകാരെ, പച്ച വെള്ളം പോലും കുടിക്കാത്തവൻ ഞാനാണ്. ഇന്ന് കുറച്ച് തവിട് പൊടിയാക്കാനാണ് പോണ്. അപ്പൊ എല്ലാവരും അനുഗ്രഹിക്കണം. ഗിഫ്റ്റ് ഇതാ. ഓക്കെ ബൈ സുബുമാൻ ഫാമിലി അല്ലേ? കയ്യഴില്ലേ? ആരെങ്കിലും എന്താ എടുക്കുകയാണെങ്കിൽ ചോറുണ്ടായിരുന്നു. അച്ഛൻ വെറുതെ ഇതിലേ ഇന്നലെ അടിപൊളി കഴിഞ്ഞല്ലേ? നമുക്ക് ശിവരാത്രി അല്ലേ? ഞാനും അത് നോമ്പ് എടുക്കണമെന്ന് വിചാരിച്ച അടുത്ത കൊല്ലം എടുക്കാൻ. മലപ്പുറം ബിരിയാണിയാണ്, വെറുതെ വിടുവോ?